ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മൗനരാഗം പുതിയ പ്രമോല് വീണ്ടും ശത്രുക്കൾക്ക് തന്നെ ആ വിധി വന്നു ചേർന്നു അല്ലെ. നമ്മുടെ കല്യാണിക്ക് പകരം ഷാരി ആന്റിക്ക് തന്നെ ആ കുത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇക്കാര്യം നമ്മുടെ കിരൺ നമ്മുടെ രതീഷിന്റെ അടുത്ത് പറയുവാട്ടോ. അതായത് കല്യാണിക്ക് കുത്തേറ്റ സ്ഥലത്ത് തന്നെ വീണ്ടും കുത്തേറ്റിരുന്നെങ്കിൽ ഒരു ഡോക്ടർമാർക്കും അവളെ രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. കല്യാണി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത് കാരണമാണ് ആ കുത്തി മാറി ഷാരി ആന്റിക്ക് കിട്ടിയത് എന്നൊക്കെയുള്ള ഒരു കഥകളൊക്കെ നമ്മുടെ രതീഷിന്റെ അടുത്ത് പറയുവാണ്. അപ്പൊ രതീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഗംഗപ്രസാദിന്റെ ആൾക്കാരായിരിക്കോ അല്ലെങ്കിൽ വിക്രത്തിന്റെ ആൾക്കാരായിരിക്കോ, ഇപ്രാവശ്യം ആരായിരിക്കും കല്യാണിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ നമ്മുടെ കിരൺ ഈ ഒരു വിവരം, ഈ നടന്ന സംഭവം നമ്മുടെ ഷാരിയോട് പറയുകയാണ്. അതായത് കല്യാണിയെയാണ് കൊല്ലാൻ വന്നത്, പക്ഷേ കല്യാണി ആ സമയത്ത് ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ അയാളുടെ കൊല്ലാൻ വന്ന ആളുടെ കടാരയ്ക്ക് മുന്നിൽ പെട്ടത് ഷാരി ആന്റിയാണ്. ഷാരി ആന്റിയുടെ നില ഗുരുതരമാണ് എന്നൊക്കെ നമ്മുടെ കിരൺ സരയുവിനെ അറിയിക്കുകയാണ്. അപ്പൊ സരയു ആകെ ഞെട്ടി തകർന്നിങ്ങനെ നിൽക്കുവാണ്. ഇതും പണി പാളിയല്ലോ എന്നുള്ള രീതിയിൽ ലാസ്റ്റ് നമ്മുടെ ഷാരി കുത്തേറ്റിങ്ങനെ പെടയുന്ന നിമിഷങ്ങളും നമുക്ക് ഏറ്റവും ലാസ്റ്റ് കാണുവാൻ സാധിക്കുന്നുണ്ടേ. ബാക്കി കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.